Good morning, friends. It's me, Simon, YouTube channel, Simon Varghese, Instagram and Facebook. Welcomes you all. Praise our God. പ്രിയമുള്ളവരെ, സർവശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലാ വിധത്തിലും ഇന്ത്യ സുശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും മനുഷ്യശേഷി സപ്ലൈ ചെയ്യാൻ തക്ക വിധം യുവാക്കളെയും യുവതികളെയും പരിശീലിപ്പിച്ചെടുക്കാനും അവരെ ലോകരാജ്യത്തിന് അനുരൂപരാക്കി മാറ്റാനും നമുക്ക് കഴിയുകയും അങ്ങനെ ലേബർ സപ്ലൈ നമ്മൾ മുൻപിലേക്ക് വരികയും ചെയ്തത്. ഇന്ത്യ അത്രയും സുശക്തമായ രാജ്യം. പക്ഷേ ഇന്ന് നാം അല്പം ഒന്ന് ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്. കാരണം ഈ വളർന്നു വരുന്ന നമ്മുടെ അതിക്രമങ്ങൾ, വിഘടന ശക്തികളുടെ പ്രവർത്തനങ്ങൾ, അത് പെട്ടെന്ന് നമ്മളെ ഒന്ന് പാനിക്കാക്കി. വളരെ വേഗം കുതിച്ചുയർന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും രാജ്യങ്ങൾക്കും കുശുമുണ്ടാകുന്ന രീതിയിൽ, ആസ്യമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഉയർന്നു വരികയായിരുന്നു. ദേശത്താണേലും വിദേശത്താണേലും ഇന്ത്യക്കാർ ജംഗമ വസ്തുക്കൾ സംഭരിക്കുകയും അന്തസ്സായി ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വളരെ പാനിക്കായിട്ട് ഈ വാർത്ത കേട്ട്, ഡൽഹിയിലെ എക്സ്പ്ലോഷൻ വാർത്ത കേട്ടത്. നമുക്കറിയാം നമ്മുടെ സുശക്തമായ നിയന്ത്രണത്തിലുള്ള അതിശക്തമായ സംരക്ഷണയിലുള്ള സ്ഥലത്താണ് ബോംബ് പൊട്ടിയത്. അപ്പോൾ അത് പഠിച്ച് അവധാനതയോടെ നോക്കിക്കണ്ടത് കൈകാര്യം ചെയ്യാൻ രാജ്യം ശക്തമാണ്. നമ്മുടെ എല്ലാം പിന്തുണ ആവശ്യമാണ്. ഒന്നോർത്തുകൊള്ളുക, ഡൽഹി പോലെ തന്നെ പ്രധാനമാണ് കേരളവും. അതുകൊണ്ട് നാമും കരുതിയിരിക്കേണ്ടതുണ്ട്. കാരണം കേരളം ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ലോകത്തുനിന്ന് മുഴുവൻ വിദേശ സഞ്ചാരികൾ എത്തിച്ചേരുന്ന, ദേശത്തും വിദേശത്തുമുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, ജീവിതം ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ അസൂയ മൂത്ത് ഇവിടെയും എന്തെങ്കിലും അക്രമം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാമും കരുതിയിരിക്കണം. കേരള പോലീസ് മിടുക്കന്മാരാണ്, അവർ അത് ചെയ്യും. എവരി നൂക്ക് ആൻഡ് കോർണറിലൊരു ശ്രദ്ധ പോകണം. ഇത് കേവലം ഡൽഹിയുടെ മാത്രം കാര്യം, ഇന്ത്യയുടെ ആകെ കാര്യമാണെന്നുള്ളൊരു ഓർമ്മ നമുക്കെല്ലാവർക്കും വേണം. നമ്മുടെ തീർത്ഥാടനമൊക്കെ, ശബരിമല തീർത്ഥാടനമൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോലീസ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഓരോ ഭാരതീയനും ശ്രദ്ധിക്കണം. അവൻ്റെ ഒരു കണ്ണെപ്പോഴും ചുറ്റുവട്ടത്തുണ്ടായിരിക്കണം, ശ്രദ്ധിക്കണം. എന്തെങ്കിലും നമുക്കൊരു സംശയം തോന്നിയാൽ അപ്പോഴേ നമ്മൾ അധികാരികളെ അറിയിക്കണം. അത് ചാടിക്കേറി പോലീസിൽ അറിയിക്കാതെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, മെമ്പർമാരുണ്ട്, അങ്ങനെ അവർ കുറച്ചുകൂടെ നമ്മളെക്കാൾ പ്രഗത്ഭരാണ്. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ അപ്രോപ്രിയേറ്റ് അതോറിറ്റി, ആരും പാനിക്കാകത്തില്ല. ഓക്കെ, എനിക്കോ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതാരും ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആയിക്കോട്ടെ, അവൻ വിധ്വംസക ശക്തികളെ പിടിപ്പെട്ടെന്ന് അത് അറിയിക്കണം, റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് നമുക്ക് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാം. ഭാരതത്തിൻ്റെ മക്കൾ വെന്നിക്കൊടി മാറി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൂതനങ്ങളായ സാങ്കേതിക വിദ്യകളും അതിനൂതനമായ വിദ്യാഭ്യാസവും അവർക്ക് നമ്മൾ നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് നമ്മൾ ലോകം മുഴുവൻ പടർന്നു വന്നിരിക്കുകയും അവർക്കാവശ്യമായ ഫോഴ്സ് കൊടുക്കാൻ നമുക്ക് കഴിയുകയും സാധിക്കുന്നത്. ഇന്ത്യയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. കാരണം നമ്മുടെ യുവശക്തി അത്ര വലുതാണ്. വെറും യുവശക്തിയല്ല, അത് എഡ്യൂക്കേറ്റഡ് കൾച്ചേർഡ് യുവശക്തിയാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഭാരതത്തോടൊപ്പം നിൽക്കാം. ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഗുഡ് മോർണിംഗ് നമുക്ക് പരിശ്രമിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ തരുണത്തിൽ മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. മനസ്സ് കലുഷിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു പ്രയാസം. ഓക്കെ, എന്തായാലും നമുക്ക് സന്തോഷമായിട്ട് തന്നെ നേരിടാം. ഓൾ ദ ബെസ്റ്റ്.
പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.